ഇനി നോക്കാം കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, everlasting comfort and durability. കർഷകർക്ക് തിരിച്ചടിയായി രാസവളങ്ങളുടെ വില കുത്തനെ ഉയരുന്നു. കേന്ദ്ര സർക്കാർ സബ്സിഡി കുറച്ചതോടെ ഫാക്ടം ഫോസ് ഉൾപ്പെടെയുള്ള വളങ്ങൾക്ക് 50 രൂപ വീതമാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ 6 മാസത്തിനിടെ ചാക്കിന് 125 രൂപയാണ് കൂടിയത്. ഫാക്ടം ഫോസിന്റെ വില ചാക്കിന് 50 രൂപ ഉയർന്ന് 1475 രൂപയായി. നേരത്തെ 1425 രൂപയായിരുന്നു വില. 6 മാസത്തിനിടെ ചാക്കിന് 125 രൂപയുടെ വർധനവാണുണ്ടായത്. തത്തുല്യമായ ഇഫ്കോ വളത്തിന്റെ വില 1400 രൂപയിൽ നിന്ന് 1450 രൂപയായി ഉയർന്നു. മറ്റ് സ്വകാര്യ രാസവള കമ്പനികളും സമാനമായ വളങ്ങൾക്ക് ചാക്കിന് 50 രൂപ വീതം കൂട്ടിയിട്ടുണ്ട്. പൊട്ടാഷിന്റെ വിലയാണ് ഏറ്റവും കൂടുതൽ കുതിച്ചുയർന്നത്. 6 മാസത്തിനിടെ ചാക്കിന് 400 രൂപ വർദ്ധിച്ച് 1400 രൂപയിൽ നിന്ന് 1800 രൂപയായി. ഇതിനു പിന്നാലെയാണ് കോംപ്ലക്സ് വളങ്ങളുടെ വിലയും ഉയർന്നത്. ഫാക്ടിന്റെ പൊട്ടാഷ് ചേർത്ത വളത്തിന് 1425 രൂപയിൽ നിന്ന് 1650 രൂപയായി വിലയുയർന്നു. IPLന്റെ കോംപ്ലക്സ് വളത്തിന് 50 രൂപ വർദ്ധിച്ച് 1675 രൂപയായി. അതേസമയം ഉയർന്ന സബ്സിഡിയുള്ള ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. തുടർച്ചയായി മഴയ്ക്ക് ഇടവേള ലഭിച്ചതോടെ നെല്ല്, തെങ്ങ്, റബ്ബർ, പഴം, പച്ചക്കറി, തേയില, ഏലം തുടങ്ങിയ വിളകൾക്ക് വളമിടേണ്ട നിർണായക ഘട്ടമാണിത്. ഈ സാഹചര്യത്തിലെ വിലവർധന കർഷകർക്ക് ഇരട്ടിഭാരമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷകർക്ക് ആശ്വാസവുമായും പ്രതീക്ഷയുമായി അടക്ക വിലയിൽ വൻ മുന്നേറ്റം. മുൻ വർഷങ്ങളിൽ കാണാത്ത വിധത്തിലുള്ള വിലക്കയറ്റമാണ് ഇത്തവണ പുത്തൻ അടയ്ക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഗുണനിലവാരമുള്ള മേൽത്തരം പുത്തൻ അടയ്ക്കയ്ക്ക് 450 രൂപ വരെ വില ഉയർന്നപ്പോൾ പഴയ അടയ്ക്കയുടെ വില കിലോയ്ക്ക് 545 രൂപ വരെ എത്തി. പുതുവർഷാരംഭത്തിൽ 380 മുതൽ 400 രൂപ വരെയായിരുന്ന പുത്തൻ അടയ്ക്കവില മാസം പകുതിയെത്തും മുൻപ് തന്നെ 400 രൂപ കടന്നു. ഗുണനിലവാരമുള്ള മേൽത്തരം പുത്തൻ അടയ്ക്കയ്ക്ക് ഇപ്പോൾ 450 രൂപ വരെ ലഭിക്കുന്നുണ്ട്. അതേ വർഷം തന്നെ ഉണക്കി കൊട്ടയടയ്ക്കയായി വിപണിയിലെത്തിക്കുന്ന ഇനമാണ് പുത്തൻ അടയ്ക്ക. മുൻവർഷങ്ങളിൽ പരമാവധി 400 രൂപ വരെ മാത്രമായിരുന്നു ഇതിന്റെ വില. എന്നാൽ ഇത്തവണ വിപണി സാഹചര്യങ്ങൾ കർഷകർക്ക് അനുകൂലമായി മാറിയിരിക്കുകയാണ്. പുത്തനടയ്ക്കയുടെ വില ഉയർന്നതോടെ പഴയ അടയ്ക്കവിലയിലും വർധനവുണ്ടായി. കിലോയ്ക്കിപ്പോൾ 545 രൂപ വരെ ലഭിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. പുതിയതും പഴയതും തമ്മിലുള്ള വില വ്യത്യാസം കുറയുന്നതായും കച്ചവടക്കാർ വ്യക്തമാക്കുന്നു. തൻവർഷത്തെ കൊട്ടടയ്ക്ക കൃത്യമായി ഉണക്കി പ്ലാസ്റ്റിക് കവറുകളിൽ സൂക്ഷിച്ച് 1 വർഷത്തിലേറെ കഴിഞ്ഞ് വിൽപ്പന നടത്തുന്നതാണ് പഴയ അടയ്ക്ക. ചെലവേറിയ പ്രക്രിയയായിട്ടും ഉയർന്ന വില ലഭിക്കുന്നതിനാൽ മിക്ക കർഷകരും ഈ രീതിയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ വില ഉയരുമ്പോഴും വിപണിയിൽ അടയ്ക്കയുടെ വരവ് ഗണ്യമായി കുറഞ്ഞതായി ക്യാംകോ അധികൃതർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെൽകർഷകർക്ക് ആശ്വാസമായി വൈക്കോൽ വിലയിൽ വർധനവ്. ഒരു കെട്ട് വൈക്കോലിന് 200 മുതൽ 230 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. വർദ്ധിച്ചു വരുന്ന ആവശ്യകതയാണ് വില ഉയരാൻ കാരണം. അതേസമയം കൊയ്ത്ത് സമയം എത്തുന്നതോടെ വില കുറയാൻ സാധ്യതയുണ്ടെന്നും കച്ചവടക്കാർ പറയുന്നു. കഴിഞ്ഞ വർഷം കൊയ്തെടുക്കാറായ പാടങ്ങളിൽ വെള്ളം വറ്റാത്ത സ്ഥിതിയായിരുന്നു. ചെളിയിലാണ് അന്ന് കൊയ്ത്തു നടത്തിയത്. ഇതോടെ പല കർഷകർക്കും വൈക്കോൽ നഷ്ടമായിരുന്നു. ഇത്തവണ നേരത്തെ കൊയ്ത പാടങ്ങളിലെ കർഷകർക്ക് വലിയ ആശ്വാസമാണ് വൈക്കോലിൽ നിന്ന് ലഭിച്ചത്. 200 മുതൽ 230 രൂപ വരെയാണ് വലിയ കെട്ട് വൈക്കോലിന് ലഭിച്ചത്. ചെറുതിന് 150 മുതൽ 180 രൂപ വരെയും വില ലഭിച്ചു. കഴിഞ്ഞ വർഷം മകരക്കൊയ്ത്തിന്റെ അവസാനം 60 മുതൽ 90 രൂപ വരെയാണ് ലഭിച്ചത്. പലവിധ പ്രതിസന്ധികൾ നേരിട്ട കർഷകർക്ക് നഷ്ടങ്ങൾ കുറയ്ക്കാനുള്ള മാർഗമാണ് വൈക്കോൽ. കൃഷിയില്ലാത്ത ക്ഷീരകർഷകരും കന്നുകാലി ഫാമുകളിലേക്കും വൈക്കോൽ ശേഖരിക്കുന്നതാണ് വില കൂടാൻ കാരണം. ഫാമുകളിലേക്ക് തീറ്റ ആവശ്യമായതോടെ നേരത്തെ കൊയ്തു കഴിയുന്ന കർഷകർക്ക് വൈക്കോലിന് നല്ല വിലയും ലഭിക്കുന്നു. യന്ത്രം ഉപയോഗിച്ച വൈക്കോൽ കെട്ടുകളാക്കണമെങ്കിൽ കർഷകന് 30 മുതൽ 35 രൂപ ചെലവുമുണ്ട്. 1 ഏക്കറിൽ നിന്ന് പൊന്മണിയാണെങ്കിൽ 50 മുതൽ 60 വരെ വൈക്കോൽ കെട്ടുകളാണ് ലഭിക്കുക. ഉമാസ് റേയസ് വിത്തുകൾക്ക് 45 മുതൽ 55 വരെ കെട്ടുകൾ ലഭിക്കും. എന്നാൽ കൂടുതൽ ഭാഗങ്ങളിൽ കൊയ്ത്തു തുടങ്ങിയാൽ വില കുറയുമെന്ന് കച്ചവടക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 188, RSS 5 183, ലാറ്റക്സ് 130, ജാതിക്ക 330, ജാതിപത്രി 1800, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 71,200, കുരുമുളക് അൺഗാർബിൾ 69,200, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 30,800, കൊപ്ര 18,000
850, ചുക്ക് 28,000. Agri News sponsored by Shallow Mattress, everlasting comfort and durability.